മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിൾ പഠിച്ചു, മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പിളും പഠിച്ചു. ഇൻഡക്ഷൻ പ്രേരിതമാക്കുക, പ്രേരണം ചെയ്യുക, അതാണ് ഇൻഡക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡക്ഷൻ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് മറ്റൊരു ഇൻഡക്ഷനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. എല്ലാവരും ബോർഡിലോട് ശ്രദ്ധിച്ചേ. ഇവിടെ രണ്ട് പിക്ചേഴ്സ് അല്ലേ? ആദ്യത്തെ പിക്ചർ നോക്കിയേ, അവിടെ ഒരു സോളിനോയിഡ് ഉണ്ട്, ഒരു ബൾബ് ഉണ്ട്, പിന്നീട് എന്താണ്, ഒരു സോഴ്സ് ഓഫ് EMF ഉണ്ട്, സ്വിച്ച് ഉണ്ട്. രണ്ടാമത്തെ ചിത്രമോ? രണ്ടാമത്തെ ചിത്രത്തിലും സോളിനോയിഡ് ഉണ്ട്, ബൾബ് ഉണ്ട്, ഒരു സോഴ്സ് ഓഫ് EMF ഉണ്ട്, സ്വിച്ച് ഉണ്ട്. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക, ഈ രണ്ട് ചിത്രങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഒരു വ്യത്യാസം? രണ്ടിലും 6 വോൾട്ടിന്റെ EMF ആണ് തന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കി. ചിലര് കണ്ടുപിടിച്ച് കാണും. എന്താണ്? ആദ്യത്തെ സർക്യൂട്ട് DC ആണ്, രണ്ടാമത്തെ സർക്യൂട്ടിൽ AC ആണ് അല്ലേ? സോഴ്സ് ഓഫ് EMF. ആദ്യത്തെ എന്താണ്? DC, ഒരു സെല്ലാണ്. ഇവിടെ എന്താണ്? ഒരു AC സോഴ്സ് ആണെന്ന് കാണാൻ പറ്റും. ഇനി അതിന്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുമോ? സ്വിച്ച് ഓൺ ചെയ്യും. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ന്യായമായിട്ട് എന്ത് ചെയ്യും? ബൾബ് കത്തും അല്ലേ? ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. ദ ബൾബ് ഗ്ലോ. Now you will notice the glowing of the bulb. Did you notice any difference? നിങ്ങൾ എന്തെങ്കിലും ഒരു വ്യത്യാസം അവിടെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, എന്താണ് ആ വ്യത്യാസം? ഒന്നാമത്തെ സർക്യൂട്ടിലും രണ്ടാമത്തെ സർക്യൂട്ടിലും 6 വോൾട്ട് തന്നെയാണ് EMF. അപ്പോൾ അത് സെയിം ആണ്, പക്ഷെ വ്യത്യാസമുണ്ട്. ഒന്ന് DC, ഒന്ന് AC. ഇപ്പം ഞാൻ ചോദിച്ചത് ബൾബ് ജ്വലിച്ചതിൽ, ആ ജ്വലനത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്താണ് ആ വ്യത്യാസം? ഒന്നാമത്തെ ബൾബ് നല്ലതുപോലെ പ്രകാശിച്ചു, രണ്ടാമത്തെ ബൾബ് നല്ലതുപോലെ ജ്വലിച്ചില്ല അല്ലേ? പ്രകാശം കുറവുണ്ട്. ആക്ച്വലി ഇത് AC-യുമാണ്. അപ്പം there is something that has to be studied. എന്തോ കുറച്ച് കൂടിയ കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. ആ കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഒരു സോളിനോയിഡിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ, ഒരു കമ്പിച്ചുരുളിൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആ കമ്പിച്ചുരുളൊരു കാന്തമായി മാറും അല്ലേ? കമ്പിച്ചുരുളൊരു കാന്തമായി മാറും. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ കമ്പിച്ചുരുളുകൾ ടേൺസ്, ഓരോ ടേണും അല്ലേ? ഓരോ ടേൺ സോളിനോയിഡിൽ ഓരോരോ ടേൺസ് ആണ്. ചുരുണ്ടായിരുന്നു അല്ലേ? സ്പ്രിങ് മാതിരിയാണ് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇതൊന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുവാണ്. ഈ സോളിനോയിഡ് ഞാനൊന്ന് വലുതായിട്ട് വരച്ചതാണ്. ശ്രദ്ധിക്കുക, AC വൈദ്യുതി ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇതൊരു ടേൺ ആണ്. അപ്പോൾ ഇത് മാഗ്നറ്റ് ആകുമ്പോൾ ഇതൊരു കുഞ്ഞ് മാഗ്നറ്റായിട്ട് മാറും. ഇതും ഒരു കുഞ്ഞ് മാഗ്നറ്റായിട്ട് മാറും. ഇതും ഒരു കുഞ്ഞ് മാഗ്നറ്റായിട്ട് മാറും. ഇതും ഒരു കുഞ്ഞ് മാഗ്നറ്റായിട്ട് മാറും. മാറിയില്ലേ? മാറിയിരിക്കും. ഇനി ഏത് കറണ്ടാണ് വരുന്നത്? AC കറണ്ടാണ് വരുന്നത്. AC കറണ്ടിന്റെ പ്രത്യേകത എന്താണ്? AC കറണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ എ നമ്പർ ഓഫ് ടൈംസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ തന്നെ അതിന്റെ ദിശ അനേക തവണ മാറുന്ന ഒരു വൈദ്യുതിയാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്, നന്നായിട്ട് പഠിച്ചതാണ്. അപ്പം AC ആണ് വരുന്നതെങ്കിൽ ഇതിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു കാന്തിക മണ്ഡലമല്ലേ? അപ്പൊ ഈ കാന്തിക മണ്ഡലത്തിന്റെ ഫ്ലക്സിന് ഒരു ചേഞ്ച് ഉണ്ടാകത്തല്ലേ? ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാകത്തല്ലേ? ഉണ്ടാകും. അപ്പൊ അതിന് സമീപത്ത് മറ്റൊരു കാന്തിക മണ്ഡലം ഇല്ലേ? ഉണ്ട്. അപ്പോൾ ന്യായമായിട്ടും ഒരു കാന്തിക മണ്ഡലത്തിന്റെ ഫ്ലക്സിൽ ചേഞ്ച് വരുമ്പോൾ മറ്റേ കാന്തിക മണ്ഡലത്തിനുള്ളിൽ ഒരു പുതിയ EMF ഉണ്ടാവില്ലേ?
ഉണ്ടാകും. സ്വയം ഉണ്ടാകുന്നതാണേ, സെൽഫായിട്ട് ഉണ്ടാകുന്നതാണ്. ആ ഉണ്ടാകുന്ന ആ ഒരു EMFിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വരുന്ന ഇലക്ട്രോൺസിന്, ഇങ്ങനെ സ്പീഡിൽ വരുന്ന ഇലക്ട്രോൺസിൻ്റെ സ്പീഡിനെ ഒന്ന് കുറയ്ക്കും, ഒന്ന് റെസിസ്റ്റ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നല്ല സ്പീഡിൽ വന്ന ഇലക്ട്രോൺസിൻ്റെ സ്പീഡിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യുമ്പോൾ ബൾബ് പ്രകാശിക്കുന്നതെന്ന് അല്പം കുറയും. ഇത് ഒന്നാമത്തെ കമ്പിച്ചുരുളിൽ ഉണ്ടായ EMFിൻ്റെ കാര്യമാണ് ഉള്ളിൽ. അങ്ങനെ തുടർച്ചയായും ചുരുളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് സ്വയം ഉണ്ടാകുന്ന ആ ഒരു EMFിൻ്റെ അളവും കൂടത്തില്ലേ? ആ EMFിന് പറയുന്ന പേരാണ് ബാക്ക് EMF എന്ന് പറയും. എന്താ പറയും? ബാക്ക്, BACK, ബാക്ക് EMF എന്ന് പറയും. അപ്പോൾ ഈ മൊത്തത്തിലുള്ള പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. നോട്ട് ചെയ്ത് ബുക്കിൽ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? പേജ് നമ്പർ 58-ലും 59-ലുമായിട്ടാണ് ഈ പറഞ്ഞ പോർഷൻ കിടക്കുന്നത്. അവിടെ സെൽഫ് ഇൻഡക്ഷൻ എന്ന ആ പിങ്ക് ബോക്സ് ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും. ആ പിങ്ക് ബോക്സ് ഒന്ന് ശ്രദ്ധിച്ച്. ആ പിങ്ക് ബോക്സിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട് അല്ലേ? കൃത്യമായിട്ട് അവിടെ കാര്യങ്ങളുണ്ട്. സെൽഫ് ഇൻഡക്ഷൻ എന്നാൽ എന്താണ്? The change in magnetic flux due to the flow of an AC. DC എന്നാണ് പറയുന്നത്, AC. എവിടെയാണ്? ഇന്നെ സോളിനോയിഡ്. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഇത് സോളിനോയിഡ് അല്ലായിരുന്നുവെങ്കിൽ ഈ ബൾബും ഒരുപോലെ പ്രകാശിക്കും. അവിടെ ഒരു സോളിനോയിഡ് വന്നപ്പോൾ എന്ത് പറ്റി? കുഞ്ഞു കുഞ്ഞു മാഗ്നറ്റുകൾ ഉണ്ടായി. അപ്പം അതെന്താണ്? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടായി ഇല്ലേ? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ബാക്ക് EMF ഉണ്ടായി. ആ ബാക്ക് EMF വഴി ഉണ്ടാകുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്ത്? സെൽഫ് ഇൻഡക്ഷൻ. എന്ത് പറയും? സെൽഫ് ഇൻഡക്ഷൻ. ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ച്. The change in magnetic flux due to the flow of an AC in a solenoid will generate a back EMF in the same solenoid in a direction opposite to the flow of current. ആ വരുന്ന ഇലക്ട്രോൺസിന് ഓപ്പോസിറ്റ് ആയിട്ട് ആ ബാക്ക് EMF ആക്ട് ചെയ്യുന്നു. അതിനാണ് എന്ത് പറയുന്നത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഫൈൻ. ഇനി സെൽഫ് ഇൻഡക്ഷൻ തരുന്ന ഡിവൈസുകൾക്ക് പറയുന്ന പേരാണ് ഇൻഡക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ ഇതൊരു പ്രിൻസിപ്പിളാണ്. ഓക്കെ, സെൽഫ് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡിവൈസിന്റെ പേരാണ് ഇൻഡക്ടേഴ്സ്. എന്താണ് ഇൻഡക്ടേഴ്സ്? അപ്പം ഇൻഡക്ടേഴ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? കറണ്ടിന്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. കറണ്ടിന്റെ ഒഴുക്കിനെ, പ്രവാഹത്തിനെ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഇൻഡക്ടേഴ്സ്. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇതേ സ്വഭാവം കാണിക്കുന്ന മറ്റൊരു ഡിവൈസ് അല്ലേ? കറണ്ടിൻ്റെ പ്രവാഹത്തെ, വൈദ്യുത പ്രവാഹത്തെ ചേർക്കുന്ന, തടയുന്ന, എതിർക്കുന്ന മറ്റൊരു ഡിവൈസ് അല്ലേ? എന്താണ് ആ ഡിവൈസിന്റെ പേര്? റെസിസ്റ്റേഴ്സ്. കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് റെസിസ്റ്റേഴ്സ്? നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ റെസിസ്റ്ററുകൾ എന്താ ചെയ്യുന്നത്? റെസിസ്റ്ററുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ടിന്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡക്ടേഴ്സും കറണ്ടിന്റെ ഫ്ലോയെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഇൻഡക്ടേഴ്സ് ആൻഡ് റെസിസ്റ്റേഴ്സ്? മറ്റൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡക്ടർ ആൻഡ് റെസിസ്റ്റർ? ഇൻഡക്ടറുകളും റെസിസ്റ്ററുകളും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്താണ്? ഇൻഡക്ടേഴ്സും റെസിസ്റ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്?
ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, എന്താണ് ഇൻഡക്ടേഴ്സും റെസിസ്റ്റേഴ്സും തമ്മിലുള്ള സിമിലാരിറ്റി? വെരി ക്ലിയർ. രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട്. രണ്ടുപേരും ഒരേ ഡ്യൂട്ടി ചെയ്യുന്നു. എന്നാൽ ഡിഫറൻസ് വരുമ്പോഴോ, ഇൻഡക്ടേഴ്സിൽ there is no loss of energy in the form of heat. താപത്തിന്റെ രൂപത്തിൽ ഊർജ നഷ്ടം ഇൻഡക്ടേഴ്സിന് ഉണ്ടാകുന്നില്ല. അപ്പോൾ റെസിസ്റ്റേഴ്സിനോ ലോസ് ഓഫ് എനർജി ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ? ഹീറ്റ് എനർജിയുടെ രൂപത്തിൽ. അതിന് ഞാനൊരു നല്ല എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഫാൻ. സീലിംഗ് ഫാൻ നമ്മൾ ഉപയോഗിക്കും അല്ലേ? ഈ ഫാനിന് റെഗുലേറ്റ് ചെയ്യാനായിട്ടൊരു റെഗുലേറ്റർ ഉണ്ട്. സ്പീഡ് റെഗുലേറ്റ് ചെയ്യാനായിട്ടൊരു റെഗുലേറ്റർ ഉണ്ട്. റെഗുലേറ്റർ ഇല്ലയോ? ഉണ്ട്. ഇനി പഴയ ഫാനിൻ്റെ റെഗുലേറ്റേഴ്സ് കണ്ടിട്ടുണ്ടോ? ഒരു റെക്ടാങ്കിൾ ഷേപ്പിലാണ്, ഒരു ചതുരം അല്ലെങ്കിൽ ദീർഘചതുര ഷേപ്പിലായിരുന്നു അല്ലേ? ഇപ്പോഴത്തെ റെഗുലേറ്റേഴ്സോ വളരെ കുഞ്ഞൊരു നോബ് മാത്രമേ ഉള്ളൂ. ഈ നോബ് മാതിരിയുള്ള റെഗുലേറ്റേഴ്സ് ഇൻഡക്ടേഴ്സാണ്. മറ്റേതെന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? റെസിസ്റ്റേഴ്സ് ആയിരുന്നു ഉപയോഗിച്ചത്. അപ്പം അങ്ങനെ ആ ബോക്സ് ടൈപ്പ് റെഗുലേറ്റേഴ്സിൻ്റെ സ്പീഡ് കുറയ്ക്കുമ്പോൾ റെഗുലേറ്റർ ചൂടാകത്തില്ലായിരുന്നു? ചൂടാകും. അവിടെ ലോസ് ഓഫ് ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇൻഡക്ടേഴ്സ് ചൂടാകുമോ? ഇൻഡക്ടേഴ്സ് ചൂടാകത്തില്ല. സോ ലോസ് ഓഫ് എനർജി എവിടെ ഉണ്ട്? റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഉണ്ട്. ലോസ് ഓഫ് എനർജി എവിടെ ഇല്ല? ഇൻഡക്ടേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഇല്ല. മറ്റൊരു വ്യത്യാസം, ഇൻഡക്ടേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ഇൻ AC, but resistors are used in AC as well as DC. AC-യിലും DC-യിലും ആരെ ഉപയോഗിക്കും? റെസിസ്റ്റേഴ്സിനെ ഉപയോഗിക്കും. അപ്പോൾ now we have already studied about moving coil, loudspeaker അല്ലേ? ലൗഡ് സ്പീക്കറിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ലൗഡ് സ്പീക്കർ? ടു കൺവേർട്ട് electrical energy to sound energy. ക്യാമറ പോയോ? അല്ല, എനിക്ക് ഒരു ഫോൺ വന്നപ്പോൾ എനിക്ക് എടുക്കണമെന്ന് ക്യാമറ വർക്ക് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? മോട്ടറിന്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. എന്താണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി അല്ലേ? ഇനി മൂവിംഗ് കോയിൽ മൈക്രോഫോൺ തിരിച്ചാണ്. സൗണ്ട് എനർജിയെ അല്ലേ, നമ്മുടെ മൈക്രോഫോൺ ഹലോ ഹലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ശബ്ദത്തെ എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സൗണ്ട് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇവിടെ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണെന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പോൾ ലൗഡ് സ്പീക്കർ മാതിരി തന്നെ മൂവിംഗ് കോയിൽ മൈക്രോഫോണിനും 3 ഇമ്പോർട്ടൻറ്റ് പാർട്സും. ഒന്ന് ഡയഫ്രം, 2 വോയിസ് കോയിൽ, 3 പെർമനന്റ് മാഗ്നറ്റ്. ഒന്നുകൂടി പറയാം, എന്തൊക്കെയാണ്? ഡയഫ്രം, വോയിസ് കോയിൽ, പെർമനന്റ് മാഗ്നറ്റ്. ഓക്കെ, നമ്മളെല്ലാവരും ലൗഡ് സ്പീക്കർ കണ്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും സ്പീക്കർ കണ്ടിട്ടുണ്ടല്ലോ. സ്പീക്കർ തുറന്നാൽ എന്ത് കിട്ടും? ഒരു പേപ്പർ മാതിരി ഒരു സാധനമുണ്ട്. താഴെ അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്പെരിക്കൽ മാതിരി ഒരു സാധനമുണ്ട്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ കുറച്ച് കമ്പിച്ചുരുളുകൾ അതിനകത്തിരിപ്പുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഫ്രെയിമിൽ എന്തുണ്ട്? മാഗ്നറ്റ് ഉണ്ട്. ഒരു പെർമനന്റ് മാഗ്നറ്റ് അതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പെർമനന്റ് മാഗ്നറ്റിനുള്ളിലാണ് ആ പേപ്പർ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആര് വൈബ്രേറ്റ് ചെയ്യും? വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ ഈ എൻ്റെ ശബ്ദം വന്ന് വീഴുന്നത് ആ ഡയഫ്രത്തിലാണ്. അപ്പോൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആര് വൈബ്രേറ്റ് ചെയ്യും? വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. വൈ? ബിക്കോസ് ഡയഫ്രത്തോട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് വോയിസ് കോയിൽ. മനസ്സിലായോ? ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യും? ഓക്കെ, വൈബ്രേറ്റ് ചെയ്യും. ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണ്. ന്യായമായിട്ടും ഒരു ചേഞ്ചിങ് ഫ്ലക്സ് ഉണ്ടാകുന്നു,
ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. സൗണ്ട് എനർജി എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇനി ആ എനർജി, ആ മൈക്രോഫോണിന് പിന്നെ ഒരു വയറുണ്ട്. ആ വയർ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ആംപ്ലിഫയറിലോട്ടാണ്. എന്തുകൊണ്ടാണ്? ആംപ്ലിഫയർ. അപ്പോൾ ഈ ആംപ്ലിഫയറിന്റെ ഡ്യൂട്ടി എന്താണ്? സ്ട്രെങ്തനിങ് ദ വീക്ക് സിഗ്നൽസ്. മനസ്സിലാകുന്നുണ്ടോ? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു സ്ട്രെങ്തൻ. അപ്പോൾ വീക്കായിട്ടുള്ള സിഗ്നലുകൾ എന്ത് ചെയ്യും? അത് സ്ട്രെങ്തൻ ചെയ്യും, ശക്തീകരിക്കും. വീര്യം കുറഞ്ഞ സിഗ്നലുകളെ വീര്യം കൂട്ടുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? ആംപ്ലിഫയർ ചെയ്യുന്നത്. അപ്പം ഞാൻ മൈക്രോഫോണിൽ കൂടി ഹലോ പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എൻ്റെ സൗണ്ട് എനർജി എന്തായി മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറി ആ വയറിൽ കൂടി എവിടെ ചെല്ലും? ആംപ്ലിഫയറിൽ ചെല്ലും. ആംപ്ലിഫയറിൻ്റെ ജോലി എന്താണ്? ടു സ്ട്രെങ്തൻ ദ പിക്സിൽ. അപ്പോൾ എൻ്റെ വീര്യം കുറഞ്ഞ എൻ്റെ ശബ്ദ സിഗ്നലുകളെ എന്ത് ചെയ്യും? വീര്യം കൂട്ടും. എന്നിട്ട് ആംപ്ലിഫയറിൻ്റെ പിന്നിൽ കൂടി വയറുണ്ട്. ആ വയർ എങ്ങോട്ട് പോകും? ലൗഡ് സ്പീക്കറിലോട്ട് പോകും. ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും? എൻ്റെ ഇലക്ട്രിക്കൽ എനർജി എന്താക്കി മാറ്റും? സൗണ്ട് എനർജിയാക്കി മാറ്റും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ മൂവിങ് കോയിൽ മൈക്രോഫോണിൻ്റെ വർക്കിംഗ് പേജ് നമ്പർ 61 എവിടെയുണ്ട്? പേജ് നമ്പർ 61. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മനസ്സിലാക്കി തരാം. The working of moving coil microphone. The voice coil is situated in a magnetic field. ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണ് ആര് സെറ്റ് ചെയ്തിരിക്കുന്നത്? വോയിസ് കോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദ ഡയഫ്രം കണക്റ്റഡ് ടു ദ വോയിസ് കോയിൽ. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഡയഫ്രം എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? വോയിസ് കോയിലുമായിട്ട്. വൈബ്രേറ്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സൗണ്ട് വേവ്സ് ഫോളിങ് ഓൺ ഇറ്റ്. അതിൽ വീഴുന്ന സൗണ്ട് വേവ്സിനെ അനുസരിച്ച് ആര് വൈബ്രേറ്റ് ചെയ്യും? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. As a result, electrical signals corresponding to the sound waves are generated in the voice coil. അത് എവിടെ ജനറേറ്റ് ചെയ്യും? അത് വോയിസ് കോയിൽ ജനറേറ്റ് ചെയ്യും. അങ്ങനെ മെക്കാനിക്കൽ എനർജി എന്ത് എനർജിയായി മാറുകയാണ്? ഇലക്ട്രിക്കൽ എനർജിയായി മാറുകയാണ്. ഇവിടെ മെക്കാനിക്കൽ എനർജി ആയിട്ട് വന്ന സൗണ്ട് എനർജി മൂലം മൂവ്മെന്റ് ഉണ്ടായി. അതുകൊണ്ട് മെക്കാനിക്കൽ എനർജി എന്തായി മാറുന്നു? അപ്പോൾ സൗണ്ട് എനർജി ടു മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അവിടെ മാറുകയാണ്. തൊട്ട് താഴെ ആംപ്ലിഫയറിനെ പറ്റി പറയുന്നുണ്ട്. ആംപ്ലിഫയറിന്റെ ജോലിയെ പറ്റി അവിടെ പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സിമിലാരിറ്റീസ് ബിറ്റ്വീൻ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ആൻഡ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. എന്തൊക്കെയാണ് അതിൻ്റെ സിമിലാരിറ്റീസ്? എന്തൊക്കെയാണ് അതിൻ്റെ താരതമ്യം ചെയ്യേണ്ട കാര്യങ്ങൾ? സ്ട്രക്ചറൽ സിമിലാരിറ്റീസ് അത് എഴുതുക. ഇനി സ്ട്രക്ചറൽ ഡിഫറൻസ് അതെന്താണെന്ന് നോട്ട്ബുക്കിൽ എഴുതുക. അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ എഴുതണം, ഇൻഡക്ടേഴ്സിനെ പറ്റി എഴുതണം, റെസിസ്റ്റേഴ്സിനെ പറ്റി എഴുതണം. അവിടെ എന്ത് ചോദ്യമുണ്ട്? സിമിലാരിറ്റീസും ഡിഫറൻസും. കേട്ടോ, ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നോട്ട്ബുക്കിൽ കൃത്യമായിട്ടും നോട്ട്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്ന പോലെ സ്റ്റേ സേഫ്, ബി ഹാപ്പി, ബൈ.